ഹായ്, ഗുഡ് മോർണിംഗ്. അങ്ങെൻ്റെ മാതാവു പിതാവുമങ്ങ്, അങ്ങൻ സഖാബന്ധുവുമങ്ങു തന്നെ. അങ്ങെൻ്റെ വിദ്യ ധനമങ്ങു മാത്രം, അങ്ങാണെനിക്കൊക്കെയുമെൻ്റെ ദേവാ. ശ്രീമദ് ഭഗവത്ഗീത 11-ാം അധ്യായം വിശ്വരൂപ ദർശനയോഗം 51-ാമത്തെ ശ്ലോകമാണ് ചൊല്ലുന്നത്. ദൃഷ്ട്വേദം മാനുഷം രൂപം തവ സൗമ്യം ജനാർദ്ദന, ഇദാനീമസ്മി സംവൃത്ത സചേത പ്രകൃതിം ഗത. ഇവിടെ അർജുനനാണ് പറയുന്നത്. മലയാളം. സൗമ്യമീ മർത്യരൂപത്തെ ദർശിച്ചിട്ടെൻ്റെ മാധവ, ഇതാ നിലയ്ക്കു വന്നേൻ ഞാൻ പുതുജീവനിതൻ എന്ന പോൽ. ജനാർദ്ദന തവ സൗമ്യം ഇതം മാനുഷം രൂപം ദൃഷ്ട്വാ. അല്ലയോ ഭഗവാനെ, അങ്ങയുടെ തവ സൗമ്യമായ ഇതം മാനുഷം രൂപം ദൃഷ്ട്വാ, ഈ മാനുഷരൂപം കണ്ടിട്ട് അഹം ഇദാനീം ഞാനിപ്പോൾ സ്വസ്ഥചിത്തനായിരിക്കുന്നു. സചേതാഹ പ്രകൃതി ഗത സംവൃത്തഃ അസ്മി. മനസ്സ് സ്വസ്ഥമായിരിക്കുന്നു, നല്ല സ്വഭാവത്തെ പ്രാപിച്ചവനായിരിക്കുന്നു. എനിക്കിപ്പോൾ നല്ല മനസ്സമാധാനവും സ്വന്തം ബോധവും എന്താണ് എന്നുള്ള ബോധവും തിരിച്ചു കിട്ടിയിരിക്കുന്നു. വളരെ ആശ്വാസമായി അല്ലേ? നമ്മളിങ്ങനെ ദാഹിച്ച് വലഞ്ഞ് വരുമ്പോൾ നല്ലൊരു ഗ്ലാസ് സർവത്ത് തണുത്തത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആശ്വാസം വരുന്ന പോലെ, അല്ലെങ്കിൽ നമ്മൾ വളരെ ദുഃഖിച്ചിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു കാര്യത്തിൽ നമ്മൾ അകപ്പെട്ടിരിക്കുമ്പോൾ നമ്മളുടെ ഏറ്റവും പ്രിയ സുഹൃത്ത് വന്ന് നമ്മളോട് വെറുതെ എങ്കിലും കുറച്ച് നേരം സംസാരിക്കുന്നു, വളരെ ആശ്വാസവചനങ്ങൾ പകരുന്നു. അതെല്ലാം നമ്മൾക്ക് വളരെയധികം ആശ്വാസം തരുന്നൊരു കാര്യം തന്നെയാണ് അല്ലേ? പേടിച്ച് വിറച്ചിരിക്കുന്ന സമയത്താണ് അർജുനൻ. ആ സമയത്ത് ഭഗവാൻ വന്ന ആശ്വാസവാക്കുകൾ കൊടുക്കുകയാണ്. എപ്പോഴും ഞാൻ ഇതിനു മുന്നേയും പറഞ്ഞിട്ടുണ്ട്, നമുക്ക് നല്ലൊരു ഫ്രണ്ട്, എല്ലാം തുറന്നു പറയാൻ പറ്റുന്ന ഒരു ഫ്രണ്ട് ഉണ്ടെങ്കിൽ നമ്മൾക്ക് എന്ത് സിറ്റുവേഷൻ വന്നാലും, നമ്മളുടെ ജീവിതത്തിൽ എന്തൊക്കെ ദുഃഖങ്ങൾ വന്നാലും അത് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് അല്ലെങ്കിൽ ആ സുഹൃത്തിൽ നിന്ന് എന്തെങ്കിലും ഒരു മറുപടി കിട്ടുമ്പോൾ നമ്മളുടെ ജീവിതം ആകെ മാറുമെന്ന് പറഞ്ഞ പോലെയാണ്. ചിലപ്പോൾ ഇതിനു മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരാൾ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി പാലത്തിൽ നിന്ന് ചാടാൻ റെഡിയായി നിൽക്കുമ്പോൾ വെറുതെ അതുവഴി വേറൊരാൾ വരുന്നു. എന്താ ഇവിടെ നിൽക്കണ? പരിചയമുള്ള ആളായിരിക്കാം. ചിലപ്പോൾ എന്താ ഇവിടെ നിൽക്കുന്നത് എന്നൊക്കെ ചോദിച്ച് വിശേഷങ്ങൾ ചോദിക്കുന്നു. വാ നമുക്കൊരു ചായ കുടിച്ചിട്ട് പോവാം. അപ്പോൾ അയാൾ ചിലപ്പോൾ ചാടാൻ പോവാന്ന് പറയില്ല അല്ലേ? എന്താ ഇവിടെ നിൽക്കണമെന്ന് വെച്ചാൽ ഞാൻ വെറുതെ നിന്നതാണെന്നേ പറയുള്ളൂ. എന്നാൽ ശരി നമുക്കൊരു ചായയൊക്കെ കുടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് മറ്റാളെയും കൂട്ടി ചായക്കടയിലൊക്കെ പോയി ചായയൊക്കെ കുടിച്ച് വന്നിട്ട് നിന്ന് കഴിഞ്ഞാൽ ചിലപ്പം പിന്നീട് അയാൾക്ക് ഈ പാലത്തിലേക്കല്ല വരാൻ തോന്നുന്നത്, ചിലപ്പോൾ അയാളുടെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോകാനായിരിക്കും തോന്നുന്നത്. എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ്. ഒരു നിമിഷം കൊണ്ട് നമ്മൾ എടുക്കുന്ന ഓരോ തീരുമാനങ്ങളാണ് നമ്മളെ വളരെയധികം ദുഷ്ടരാക്കുന്നത്, അല്ലെങ്കിൽ നമ്മളുടെ ജീവിതം മാറ്റിമറിക്കുന്നത്. അത് നല്ല തീരുമാനമാവാം, ചീത്ത തീരുമാനമാവാം. ഇപ്പം ഇവിടെ ഞാൻ പറഞ്ഞത് കടലിലേക്ക് ചാടുക അല്ലെങ്കിൽ പുഴയിലേക്ക് ചാടുക എന്നുള്ളതാണ്. അത് നല്ല തീരുമാനമല്ലായിരുന്നു, പക്ഷേ അയാൾ അതിൽ നിന്നും മാറി. ഇനി നല്ല തീരുമാനങ്ങൾ എടുക്കുമ്പോഴും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട്, അതായത് തുടർച്ചയായിട്ട് സിഗരറ്റ് വലിക്കുന്ന ആൾക്കാരുണ്ടാവും, കള്ള് കുടിക്കുന്ന ആൾക്കാരുണ്ടാവും. അവർ ചിലപ്പം മറ്റുള്ളവരുടെ ഇത് ചെയ്ത് ഇതിൽ നിന്ന് എന്തെങ്കിലും മാറ്റം വരണമെന്ന് വിചാരിച്ച് മറ്റുള്ള ആൾക്കാരുടെ ഉപദേശം കൊണ്ട് നന്നായി പോയിട്ടുള്ള മനുഷ്യന്മാരുണ്ടാവും. അപ്പോൾ അവരുടെ അനുഭവങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് ഇത് നല്ല സ്വഭാവമല്ല, ഇത് നമ്മളുടെ ശരീരത്തിനെ ഇങ്ങനെയൊക്കെ എഫക്റ്റ് ചെയ്യും എന്നൊക്കെ ഉപദേശിച്ച് കഴിഞ്ഞാൽ വളരെ നേരമൊക്കെ ഉപദേശിക്കേണ്ടി വരും ചിലപ്പോൾ കേട്ടോ. ഒരു ദിവസം കൊണ്ടൊന്നും ആവില്ല. ഡെയിലി അവരെ കണ്ട് അവർക്ക് വേണ്ട ആശ്വാസവാക്കുകളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു നിമിഷം കൊണ്ട് തന്നെ, അല്ലെങ്കിൽ ഒരു മാസം കഴിയുമ്പോഴേക്കും ഈ ആൾ ഒരു പുതിയ ആളായിട്ട് മാറാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ നമ്മളുടെ കുട്ടികൾക്കൊക്കെ ആണെങ്കിലും ഈ കള്ളും കഞ്ചാവിൻ്റെയും പിന്നാലെ പോകുമ്പോൾ ചിലപ്പോൾ ആരെങ്കിലും ഉപദേശിക്കാനുണ്ടായിരുന്നെങ്കിൽ
അവർ വേറെ വഴിക്ക് പോയേനെ. എന്തെങ്കിലും ഒരു ജീവിത സാഹചര്യം ഉണ്ടാവും ഇതിലേക്കൊക്കെ തിരിയുന്നതിന്. എപ്പോഴും നമ്മൾ കുട്ടികൾക്ക് മാർക്ക് കുറയുമ്പോഴാണെങ്കിലും അങ്ങനെയൊക്കെ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി. അവരുടെ വീട്ടിലേക്ക് പോകാൻ പറ്റുമെങ്കിൽ അവരുടെ വീടൊന്ന് സന്ദർശിക്കാം, അല്ലെങ്കിൽ അവരുടെ വീട്ടിലെ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണെന്ന് ഒന്ന് അന്വേഷിച്ച് നോക്കിയാൽ മനസ്സിലാവും എന്തുകൊണ്ടാണ് അവൻ ക്ലാസ്സിൽ ശ്രദ്ധിക്കാത്തത്, എന്തുകൊണ്ടാണ് അവന് മാർക്ക് കിട്ടാത്തത്, അവൻ്റെ ശ്രദ്ധ എവിടെയൊന്നും ആയിരിക്കില്ലല്ലോ, എന്താണ് അതിന് കാരണം എന്നൊക്കെ ചിന്തിച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഉത്തരം നമുക്ക് കിട്ടും. അപ്പോൾ അവരെ നമ്മൾക്ക് നേർവഴിക്ക് നയിക്കാൻ കഴിഞ്ഞാൽ വളരെ ആശ്വാസമല്ലേ അവർക്ക്. അതേപോലെ ഇവിടെ അർജുനനെ നേർവഴിക്ക് നയിക്കുകയാണ് ഭഗവാൻ. വിശ്വരൂപം കണ്ടു, നീ പേടിക്കുകയൊന്നും വേണ്ട, ഞാൻ നിനക്ക് സാധാരണ രൂപം കാണിച്ചു തരാമെന്നും പറഞ്ഞിട്ട് സാധാ രൂപം, ഈ നേരത്തെ പറഞ്ഞ ശംഖചക്രഗദാ പത്മധാരിയായിട്ടുള്ള ഭഗവാൻ അവിടെ നിൽക്കുന്നു. അപ്പോൾ അത് കണ്ടിട്ട് പറയുകയാണ് അർജുനൻ, അങ്ങയുടെ ഈ രൂപം കണ്ടിട്ട് ഞാനിപ്പോൾ എൻ്റെ മനസ്സ് വളരെയധികം ശാന്തമായി, ഞാൻ സ്വസ്ഥനായിരിക്കുന്നു, എനിക്കിപ്പോൾ നല്ല മനസ്സമാധാനവും സ്വബോധവും ഒക്കെ തിരിച്ചു കിട്ടിയിരിക്കുന്നു, സാധാരണ നിലയിലായി, ഒന്നും പേടിക്കാനില്ല. അപ്പോൾ എന്താണ്, ഞാൻ അവിടെ അങ്ങയുടെ വിശ്വരൂപം കണ്ടിട്ട് ഒരു കടലിൻ്റെ അടിയിൽ പെട്ട പോലെ ആഴത്തിൽ നിന്ന് പൊന്തി വരാൻ കയ്യും കാലോട്ട് മല്ലടിക്കുകയായിരുന്നു ശരിക്കും. ഇപ്പം ഞാൻ രക്ഷപ്രാപിച്ചിരിക്കുന്നു. അതേപോലെ തന്നെ ശുഷ്കിച്ച് ഇലകളൊക്കെ കൊഴിഞ്ഞൊരു വൃക്ഷം പോലെയായിരുന്നു ഞാൻ അത് കണ്ട് പേടിച്ചിട്ട്. ഇപ്പോൾ ആ വൃക്ഷത്തിൽ നല്ല മഴത്തുള്ളികളൊക്കെ വീണപ്പോൾ പുതിയ ഇലകളൊക്കെ തളിർത്ത് വരുന്ന പോലെ എൻ്റെ വിശ്വാസം ഇപ്പോൾ കൂടി വരുന്നു, ഞാൻ പൂർവ്വസ്ഥിതിയെ പ്രാപിച്ചു, മനസ്സിനിപ്പോൾ നല്ല സന്തോഷവും സുഖവും ഒക്കെ തോന്നുന്നുണ്ട് എന്നാണ് അർജുനൻ പറഞ്ഞത്. ഇനി ഇതിന് മറുപടിയായിട്ട് ഭഗവാനാണ് പറയുന്നത്. 52ഉം 53ഉം ഒരുമിച്ചാണ് വായിക്കുന്നത്. സുദുർദർശമിദം രൂപം ദൃഷ്ടവാനസി യന്മമ ദേവാ അപ്യസ്യ രൂപസ്യ നിത്യം ദർശനകാംക്ഷിണ. 52ാമത്തെ ശ്ലോകത്തിൻ്റെ മലയാളം. നീ ദർശിച്ച മഹാരൂപം സതുദർശമിതെങ്കിലും വാനോരിതൊന്നു കണ്ടിടാൻ കൊതിക്കുന്നിതു നിത്യവും. 53ാമത്തെ ശ്ലോകം. നാഹം വൈദർന്ന തപസാ ന ദാനേന ന ചേജ്യയാ ശക്യ ഏവം വിധോ ദ്രഷ്ടും ദൃഷ്ടവാനസി മാം യഥാ. മലയാളം. തപസ്സും ധ്യാനവും വേദം യാഗം തൊട്ടുള്ളതൊന്നുമേ തികച്ചും ശക്തമല്ലെന്നീ വിശ്വരൂപമറിഞ്ഞിടാൻ. അന്വയം. മമ യദ്രൂപം ദൃഷ്ടവാൻ അസി, നീ ഇപ്പോൾ കണ്ട വിശ്വരൂപമുണ്ടല്ലോ അത് കാണാൻ. തദ് ഇദം സുദർശം ദേവാഹ അഭി നിത്യം അസ്യ രൂപസ്യ ദൃഷ്ടവാൻ. അത് കാണാൻ വളരെ പ്രയാസമാണ്, അത്ര എളുപ്പത്തിൽ കിട്ടുന്ന ഒന്നല്ല. 100ൽ 100 മാർക്ക് എന്ന് പറയുന്നത് വളരെ പ്രയാസം തന്നെയാണ്. എവിടെയെങ്കിലും ഒന്ന് തെറ്റിപ്പോയാൽ തെറ്റി. അതുകൊണ്ട് 100% എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. ഈ വിശ്വരൂപം കാണാൻ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ദേവാഹ അഭി നിത്യം അസ്യ രൂപസ്യ ദൃഷ്ടവാൻ അസി. ദേവന്മാർക്ക് പോലും ഇതൊന്ന് കാണുവാൻ വേണ്ടിയിട്ട് എന്നെ നീ ഏത് വിധത്തിലാണോ കണ്ടത് അങ്ങനെയുള്ള എൻ്റെ വിശ്വരൂപത്തെ വേദൈഹി ഏവം വിധം അഹം വേദൈഹി ദ്രഷ്ടും ന ശക്യ. വേദാധ്യയനം കൊണ്ടോ തപസ് കൊണ്ടോ ദാനം കൊണ്ടോ യജ്ഞം കൊണ്ടോ ഒന്നും, തപസ ന ദാനേന ഇജ്ജയാച്ച ന, ഇവ കൊണ്ടൊന്നും കാണാനാവില്ല. അർജുനന് വിശദീകരിച്ച് കൊടുക്കുകയാണ്. അത്ര എളുപ്പത്തിലൊന്നും വേദാധ്യയനം കൊണ്ടോ, അത് നേരത്തെ പറഞ്ഞോല്ലേ, വേദാധ്യയനം കൊണ്ടോ തപസ് കൊണ്ടോ ദാനം കൊണ്ടോ യജ്ഞം കൊണ്ടോ ഇതൊക്കെ ചെയ്യുന്ന ധാരാളം ജ്ഞാനികളുണ്ടാവും. പക്ഷേ അവർക്ക് പോലും ഇങ്ങനെയുള്ളൊരു രൂപം ദർശിക്കാനായിട്ട് സാധിക്കില്ല. മനുഷ്യരെ അപേക്ഷിച്ചിട്ട് ദേവന്മാർക്ക് കുറച്ചും കൂടെ നമ്മൾ ബുദ്ധിശക്തിയും പ്രവർത്തനശേഷിയും ആയുർദൈർഘ്യമൊക്കെ പറയുന്നുണ്ടല്ലോ. ആ ദേവന്മാർക്ക് പോലും ഈ ദിവ്യദർശനം ലഭിക്കുന്നില്ല. അവരത് കാണാൻ കൊതിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്രയ്ക്കും അസുലഭമായ മഹത്തായ ഒന്നാണ് ഇപ്പോൾ എൻ്റെ അനുഗ്രഹത്താൽ അർജുന നീ കണ്ടത്. അപ്പോൾ ഭഗവാൻ തൻ്റെ സുഹൃത്തായതുകൊണ്ട് മാത്രം, പ്രിയപ്പെട്ട ശിഷ്യനാണ് അല്ലേ അർജുനൻ, പ്രിയപ്പെട്ട ശിഷ്യനാണ്, അതുകൊണ്ട് മാത്രം ഞാൻ നിനക്ക് കാണിച്ചു തന്നതാണ്. അപ്പോഴും നമുക്ക് ചില സംശയം വരും, എന്താണ് ഇങ്ങനെ ചില ആൾക്കാർക്ക് മാത്രം ഭഗവാൻ പ്രസാദിക്കുന്നത്, എല്ലാവരിലും ഒരുപോലെ പ്രസാദിക്കാത്തത് എന്ത്? നമ്മളായ സാധാരണക്കാരായ നമ്മൾക്ക് എന്നും വരുന്ന സംശയമാണ് അതല്ലേ.
അയ്യോ എനിക്ക് മാത്രം എന്താണ് ഇങ്ങനെ വന്നത്, അങ്ങനെ ഒരിക്കലും ചിന്തിക്കരുത് എന്നാ പറയാം കേട്ടോ. എന്നാലും നമ്മൾ സ്വാഭാവികമായിട്ടും ചിന്തിച്ചു പോവും. മറ്റുള്ളവരെ പോലെ അല്ലല്ലോ. എപ്പോഴും നമുക്ക് ചെറിയൊരു വേദന വന്നാൽ മതി, പിന്നെ നമ്മളുടെ കാര്യം അങ്ങനെ തന്നെയാണ് ചിന്ത. എനിക്ക് മാത്രം എന്താണ് ഇങ്ങനെ വന്നത് ഭഗവാനെ എന്നാണ്. ഭഗവാൻ എന്നും കാണുന്നുണ്ട്, എന്നും പ്രാർത്ഥിക്കുന്നുണ്ട്, എന്നും ഭഗവാൻ നാമം ഉച്ചരിക്കുന്നുണ്ട്, എന്നും നാമം ചെല്ലുന്നുണ്ട്. എല്ലാ സഹസ്രനാമങ്ങളും നാരായണീയവും ഭഗവത്ഗീതയും എല്ലാം ഞാൻ ശ്രദ്ധയോടെ വൃത്തിയോടെ ശുദ്ധിയോടെ ചെയ്യുന്നുണ്ട്. എന്നിട്ടും ഭഗവാനെ എന്താണ് എനിക്കിങ്ങനെ വരാമെന്ന്. ജന്മകർമ്മഫലം, അല്ലാണ്ട് എന്ത് പറയാനാ. അപ്പോൾ എന്താണ് ഭഗവാൻ ചിലരിൽ മാത്രം പ്രസാദിക്കുന്നത്? അങ്ങനെ പക്ഷപാതമുള്ള ഒരാളാണോ അർജുനൻ എന്ന് നമുക്കൊക്കെ ഒരു ചെറിയ സംശയം ഉണ്ടാവും. അപ്പോൾ ഭഗവാൻ അത് തന്നെ പറയുന്നത്, എല്ലാവരും എനിക്ക് പ്രിയമായ ശിഷ്യന്മാരല്ലല്ലോ. ചിലർ എൻ്റെ ഭക്തരിൽ ചിലർക്ക് ഞാൻ അനുഗ്രഹം വർഷിക്കും, പക്ഷേ എല്ലാവരിലും എപ്പോഴും എനിക്ക് അനുഗ്രഹം വർഷിക്കാനുള്ള സാധ്യത ഇല്ല. ഞാൻ അനുഗ്രഹം വർഷിക്കാനുള്ള സാധ്യതയില്ല. അത് ഇതുകൊണ്ടാണ് എന്ന് പറഞ്ഞ് 54-ാമത്തെ ശ്ലോകം. ഭക്ത്യാ ത്വനന്യയാ ശക്യ അഹമേവം വിധുർജുന ജ്ഞാതും ദ്രഷ്ടും ച തത്വേന പ്രവേഷ്ടും ച പരന്തപ. മലയാളം: ഈ രൂപത്തെ അറിഞ്ഞിടാൻ, നിരീക്ഷിക്കാൻ, ലയിച്ചിടാൻ അനന്യഭക്തിയൊഴികെ മറ്റൊന്നും സാധ്യമല്ലേ. അപ്പം നിങ്ങൾക്ക് വന്ന സംശയം ഇപ്പം തന്നെ തീർത്തു തരാം. തു പരന്തപ എന്നാൽ അർജുന, പരന്തപ അർജുന, ഹേ അർജുന, ഏവം വിധഃ അഹം, ഇപ്രകാരമുള്ള എൻ്റെ സ്വരൂപത്തെ തത്വേന ജ്ഞാതും, ശരിയാവണ്ണം അറിയാനും കാണാനും മാത്രമല്ല, ദ്രഷ്ടും പ്രവേഷ്ടും ച അനന്യയാ ഭക്തിയാ ശക്യ, അതുമായി ചേരാനും, കാണാൻ അറിയണം, ആ രൂപത്തെ അറിയണം, കാണണം, അതുമായിട്ട് തന്മയീഭവിക്കണം. അത് എങ്ങനെയാണ് സാധിക്കുന്നത്? അനന്യയാ ഭക്തിയാ ശക്യ, ഭക്തി കൊണ്ട് മാത്രമാണ് സാധിക്കുന്നത്. അപ്പം നിനക്ക് മനസ്സിലായല്ലോ എന്തുകൊണ്ടാണ് ഞാൻ എല്ലാവരിലും പ്രസാദിക്കാത്തതെന്ന്. അപ്പം ഈശ്വര ദർശനം എന്നത് ഒരു ഭക്തി കൊണ്ട് മാത്രം സാധിക്കുന്ന ഒരു കാര്യമാണ്. മോക്ഷം ലഭിക്കണം എന്ന് നമ്മൾ സ്വർഗത്ത് പോകണം, നമ്മൾക്ക് മരിച്ചാൽ സ്വർഗത്ത് പോകണമെന്നേ അറിയുള്ളൂ. മോക്ഷം ലഭിക്കണം നമ്മൾ പറയാറില്ല സാധാരണ, അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നതെങ്കിലും. അപ്പം നമ്മൾക്ക് മോക്ഷം ലഭിക്കണമെങ്കിൽ അതിന് ഏറ്റവും വേണ്ട ഗുണം ഉത്തമമായ ഭക്തിയാണ്. പരമാത്മാവിൽ തന്മയീഭവിക്കുക, അതായത് നമ്മളുടെ ഞാൻ ആരാണ് എന്ന് മനസ്സിലാക്കുക, ഞാനെന്ന ഭാവം കളയുക, അത് ഭഗവാനിൽ ലയിപ്പിക്കുക. അങ്ങനെ ആവുമ്പോൾ ഭക്തൻ എല്ലാം ഭഗവാനാണല്ലോ. എൻ്റെ അംശം ഭഗവാന്റെ അംശമാണ്, ഭഗവാന്റെ അംശം എന്നിലാണ്. അങ്ങനെ ആയിക്കഴിഞ്ഞ് ഞാനും ഭഗവാനും ഒന്ന് തന്നെയാണ് എന്നുള്ള ഒരു നില വന്നു കഴിഞ്ഞാൽ ആ ഭക്തൻ ഭക്തിയുടെ പാരമ്യത്തിലെത്തുന്നു. പരമാത്മാവ് താൻ തന്നെയാണ് എന്നുള്ള സത്യം മനസ്സിലാക്കുന്നു, ആത്മസാക്ഷാത്കാരം നേടുകയും ചെയ്യുന്നു. അപ്പോൾ ആത്മസാക്ഷാത്കാരത്തിലേക്കുള്ള 3 പടവുകളാണ് എന്ത്? അറിയുക, കാണുക, പ്രവേശിക്കുക. ജ്ഞാതും ദ്രഷ്ടും ച തത്വേന പ്രവേഷ്ടും. ആദ്യം എന്താണ് ഞാൻ എന്നുള്ളത് അറിയണം, നല്ല ബോധം വേണം. അത് കഴിഞ്ഞ് ഈ ഭഗവാന്റെ എൻ്റെ ലക്ഷ്യം എന്താണെന്നുള്ളതിലും നല്ല ബോധം വേണം. ഭഗവാനെ അറിയണം, എൻ്റെ ലക്ഷ്യം എന്താണ് എന്നുള്ളതിൽ അല്ലേ. ലക്ഷ്യമില്ലാതെ പഠിച്ചാൽ കുട്ടികൾ പാസ്സാവില്ല എന്ന് പറയണ പോലെ എൻ്റെ ലക്ഷ്യം എന്താണ്, അത് എൻ്റെ മനസ്സിൽ തന്നെ ഞാനിങ്ങനെ ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ആ ലക്ഷ്യത്തിലേക്ക് ഇനി എന്താണ് പ്രവേശിക്കുകയാണ്. എൻ്റെ ലക്ഷ്യം ഞാൻ മനസ്സിൽ കാണുന്നു, അത് കഴിഞ്ഞ് ആ ലക്ഷ്യത്തിലേക്ക് ഞാൻ പ്രവേശിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഇന്ദ്രിയങ്ങളെ മുഴുവനും ഞാൻ കൺട്രോൾ ചെയ്ത്, ഇതെല്ലാം നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്, ഭഗവാനിലേക്ക് ലയിക്കാനായിട്ട് ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ മനസ്സ് ഏകാഗ്രമാവുമ്പോൾ, മുഴുവനായിട്ടും മനസ്സ് ഏകാഗ്രമാവുമ്പോൾ മനസ്സ് ഇന്ദ്രിയങ്ങളെ മുഴുവൻ ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കാതാവും മനസ്സിൽ. അപ്പോൾ മനസ്സ് നിശ്ചലമാവുമ്പോൾ ഞാനെന്ന ഭാവം നമ്മളിൽ നിന്ന് പോവും, അത് ഭഗവാനിലേക്ക് ലയിക്കും. അപ്പോൾ ഞാനും ഭഗവാനും ഒന്ന് തന്നെയാണ്, എൻ്റെ യഥാർത്ഥ സ്വരൂപം തന്നെയാണ് എൻ്റെ ആത്മാവ് എന്ന അനുഭൂതി നമ്മൾക്ക് കൈവരും.
അങ്ങനെ ഈ അനുഭൂതി കൈവരുന്നതിനെയാണ് നമ്മൾ പ്രവേഷ്ടം എന്ന് പറഞ്ഞത്, പ്രവേശിക്കുക എന്ന് പറഞ്ഞത്. അപ്പോൾ ഈശ്വരൻ എവിടെയെന്ന് അന്വേഷിച്ച് പുറപ്പെട്ടു. ജീവൻ ഈശ്വരനിൽ ലയിച്ച് ഈശ്വരനായി മാറുകയാണ് ചെയ്തത്. അതാണ് ഈശ്വര സാക്ഷാത്കാരം. ഇങ്ങനെ എത്തിക്കഴിഞ്ഞാൽ, ഇങ്ങനെയുള്ള ഭക്തിയുള്ളവർക്ക് മാത്രമാണ് ഞാൻ പ്രസാദിക്കുന്നത്. അതാണ് എൻ്റെ ഈ രൂപത്തെ ശരിയാവണ്ണം അറിയാനും കാണാനും മാത്രമല്ല, അതുമായി തന്മയീഭവിക്കാനും ഭക്തി കൊണ്ട് സാധ്യമാണ്. ഒരു പോംവഴി പോലും ഭഗവാൻ പറഞ്ഞുതരാണ്. നിങ്ങൾ എങ്ങനെയാണ് ഇങ്ങോട്ട് എത്തുക എന്നുള്ള സംശയമേ വേണ്ട, ഞാനിതാ വഴി പറഞ്ഞുതരാം. ഒരു വീട്ടിലേക്കുള്ള അല്ലെങ്കിൽ നമുക്ക് അറിയേണ്ട ഒരു സ്ഥലത്തേക്കുള്ള വഴി പറഞ്ഞുതരാൻ ആളുണ്ട്. ഗൂഗിൾ മാപ്പ്, ഭഗവാൻ ഇവിടെ ഗൂഗിൾ മാപ്പാണ്. അത് നോക്കി അങ്ങോട്ട് വിട്ടാൽ മതി വണ്ടി. അപ്പം നമ്മളുടെ ലക്ഷ്യം എന്താണ് എന്ന് നമ്മൾ അറിയുന്നു, അതിലേക്ക് എത്താൻ അത് എന്താണെന്ന് മനസ്സിലാക്കുന്നു, അതിലേക്ക് പ്രവേശിക്കാനുള്ള നമ്മളുടെ ശ്രമം തുടരുന്നു. അത് എന്ത് മാർഗമാണ്? ഭക്തിമാർഗം മാത്രമാണ്. ഇപ്പോൾ വീണ്ടും അതെങ്ങനെയാണ് എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. 55-ാമത്തെ ശ്ലോകത്തിലെ ഈ അധ്യായത്തിൻ്റെ അവസാനത്തെ ശ്ലോകമാണ് 55-ാമത്തെ ശ്ലോകം. അത് നമ്മൾ അടുത്ത ദിവസം വായിക്കും. പിന്നെ ഒരു കൺക്ലൂഷനും കൂടെ തന്നു കഴിഞ്ഞാൽ നമ്മൾ 11 അധ്യായങ്ങൾ മുഴുവനാക്കി കഴിഞ്ഞു. അടുത്ത ദിവസം 12-ാം അധ്യായം തുടങ്ങും. അടുത്ത ദിവസം ഈ അവസാനത്തെ ശ്ലോകവും അതിൻ്റെ കൺക്ലൂഷനും, അതിൻ്റെ അടുത്ത ദിവസം നമ്മൾ 12-ാമത്തെ ശ്ലോകം, 12-ാമത്തെ ചാപ്റ്റർ അധ്യായം ആരംഭിക്കും. 18 അധ്യായങ്ങളാണ് ഇതിലുള്ളതെന്ന് നമ്മൾ പറഞ്ഞു. 1-ാമത്തെ ഇൻട്രൊഡക്ഷൻ മുതൽ നമ്മൾ തുടങ്ങിയതാണ്. ഇത്രയും വായിച്ചു തീർക്കാൻ പറ്റിയത് തന്നെ എൻ്റെ ഒരു മഹാഭാഗ്യമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഇതിലേക്കൊന്ന് ഇറങ്ങിച്ചെന്ന് ഇതെന്താണെന്ന് മനസ്സിലാക്കണം വളരെ നന്നായിട്ട് എന്ന് എനിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെയും കൂടെ ഒരു ആഗ്രഹ സാഫല്യമാണ് ഇവിടെ നടക്കുന്നത്. എനിക്ക് വളരെ ആഗ്രഹമുള്ള ഒരു കാര്യമായിരുന്നു ഇത്. അപ്പോൾ ഇത് കുറച്ചെങ്കിലും സിമ്പിളായിട്ട് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റി എന്നുള്ളത് തന്നെ ഞാനൊരു വലിയ ഭാഗ്യമായിട്ട് കരുതുന്നു. ഓക്കെ, അടുത്ത ദിവസം വായിക്കും. അസ്മിൻ പരാത്മന്നനുപാത്മകൽപ്പേതുമിത്തമുത്ഥാപിത പത്മയോനി അനന്തഭൂമാമരോഗരാശിം നിരുന്ധിവാതാലയവാസ വിഷ്ണു.